ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ടീം ലാംഡ. അപ്പൊ നമ്മള് 2024 പാർട്ട് സി ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ നമുക്ക് ഈ തേർഡ് വൺ ഉണ്ടല്ലോ, അത് നമുക്ക് ഓൾറെഡി നമ്മളുടെ 2022 ചോദിച്ചിട്ടുള്ള സെയിം ക്വസ്റ്റ്യൻ ആണ്. അത് ഞാൻ അവിടെ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടെ ചെയ്യുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ആ വീഡിയോ ഒന്ന് പോയി കണ്ടേക്കണേ. അപ്പൊ നമുക്ക് ഫോർത്ത് വൺ നോക്കാം അല്ലെ. അതിന്റെ സോൾവ് ദ ഫോളോയിങ് സിസ്റ്റം യൂസിങ് ദ ഇൻവേഴ്സ് ഓഫ് ദ കോഎഫിഷ്യന്റ് മെട്രിക്സ്. ഇൻവേഴ്സ്, അപ്പൊ ആദ്യം നമുക്ക് ഇതിനെ 5, 2, 3 -8 എന്ന് പറഞ്ഞ മെട്രിക്സ് ആക്കാം. പിന്നെ എക്സും വൈ അല്ല ഉള്ളത്. അപ്പൊ എക്സും വൈയും നമ്മൾ എഴുതി ഈക്വൽ ടു എന്താ എടുക്കുന്നത്, 12 -2. ശരിയല്ലേ? എക്സ് ഈക്വൽ ടു ബി എന്ന് ഫോർമാറ്റ്. അതിനകത്തത്തെ നമുക്ക് ഇൻവേഴ്സ് അല്ല വേണ്ടത് എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ഓഫ് ദ ഫോം എ എക്സ് ഈക്വൽ ടു ബി അല്ലേ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, എ ഇൻവേഴ്സ് ബി ആണ്, തെറ്റിക്കരുത് കേട്ടാ. അതായത് ബിന്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ വേണം എ ഇൻവേഴ്സ് എഴുതാൻ, മറ്റോണം എഴുതിയേക്കരുത്. ഓക്കെ, അപ്പൊ നമുക്ക് ഡിറ്റർമിനന്റ് ഓഫ് എ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാലോ. എന്നാണ് -5 × -8, 8×5 40, -40. പിന്നെ 3 × 2 6 അല്ലെ. എന്ന് പറഞ്ഞാൽ അത് എത്രയാണ്, -46 അല്ലേ ആൻസർ വരുന്നത് നമുക്ക്. അപ്പൊ ഡിറ്റർമിനന്റ് കിട്ടി. ഇനി അഡ്ജോയിന്റ് കണ്ടുപിടിക്കാൻ നല്ല എളുപ്പമായിരുന്നു അല്ലെ. അഡ്ജോയിന്റ് എന്താ ചെയ്യേണ്ടത്, ഈ കോർണർ അതായത് ഡയഗണൽ എൻട്രീസിനെ അങ്ങോട്ട് കൂടെ എക്സ്ചേഞ്ച് ചെയ്യുക. അപ്പൊ -8 കിട്ടി, 5 കിട്ടി. ഇനി 2, 3 2 പോസിറ്റീവ് ആണ്, അപ്പൊ ചിഹ്നം മാറ്റിയിടുക അല്ലെ. 2 പോസിറ്റീവ് ആണെങ്കിൽ അഡ്ജോയിന്റിൽ വരുമ്പോൾ അത് നെഗറ്റീവ് ആണ്. 3 പോസിറ്റീവ് ആയതുകൊണ്ട് അതിന്റെ അഡ്ജോയിന്റ് വരുമ്പോൾ അത് നെഗറ്റീവ് ആയി. സോ -3 ആണ്. ഇതാണ് നമ്മുടെ അഡ്ജോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1/-46 ഇൻറ്റു അഡ്ജോയിന്റ് അല്ലേ നോക്കിയേ, -8 -2 -3 5. ശരിയല്ലേ? അപ്പൊ ഇതിപ്പോ അഡ്ജോയിന്റ് എ ബൈ ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇൻവേഴ്സ് ആയി മാറിയില്ലേ. ഇനി ഇൻറ്റു എന്താ ബി അല്ലേ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ 12, പിന്നെ അതേപോലെ -2. ശരിയല്ലേ? നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്യാം. ഈക്വൽ ടു 1/-46 അതുപോലെ തന്നെ എഴുതാം. ഇനി അടുത്തത് എന്ത് ചെയ്യാം, നമ്മൾ അതിനെ ഉള്ളിലേക്ക് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തെടുത്തൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് -8 × 12 അത് എത്രയത്, -96. അതേപോലെ -2 × -2 +4. അതുപോലെ അടുത്ത ആള് 12 × 3 36. അപ്പൊ -36 2 10 -10. ശരിയായില്ലേ? നമുക്ക് ഉള്ളിലത്തെ സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്താ കിട്ടുക, ഇതെന്ന് പറയുന്നത് 1/46 അതുപോലെ -46 അങ്ങനെ തന്നെ ഇതാ. മറ്റേതോ -92 മറ്റേ 36 10 46 -46 അല്ലേ. നോക്കിയേ, ഇതൊന്ന് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ എന്താ സംഭവിക്കുക, നമുക്ക് ഒരെണ്ണം 92 / 46 അല്ലേ. അപ്പൊ 44 46 നോക്കി നോക്കിയേ, 92 അല്ലേ എന്ന് പറഞ്ഞാൽ അത് 2 അല്ലേ. അതേപോലെ 46/46 എന്താ കിട്ടാൻ പോണേ, 1 അല്ലെ. എങ്കിൽ നമ്മുടെ ആൻസറുകൾ നമുക്ക് നോക്കിയേ, നമ്മളിപ്പോ കണ്ടുപിടിച്ചിരിക്കുന്നത് ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞ മെട്രിക്സ് അല്ലേ, എന്ന് പറഞ്ഞാൽ എക്സ് വൈ അല്ല. അപ്പൊ ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു 2 ആൻഡ് y ഈക്വൽ ടു 3 അല്ല y ഈക്വൽ ടു 1. ഇനി നിങ്ങൾക്ക് ഇപ്പൊ കണ്ടുപിടിച്ച സാധനം ശരിയാണെന്ന് ചെക്ക് ചെയ്യാനും പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. 5x + 2y 12 അല്ലേ. 5 × x എത്രയാണ് നമ്മുടെ കൺസെപ്റ്റില്, നമ്മൾ എക്സ് ഇപ്പൊ 2 കണ്ടുപിടിച്ചില്ല, എക്സിന് പകരം 2 ഇട്ട് കൊടുക്കൂ. അതേപോലെ വൈക്ക് പകരം 1 ഇട്ട് കൊടുത്താൽ എന്താ കിട്ടാൻ പോണേ, 5 × 2 10 10 × 2 12 കണ്ട 12 കിട്ടിയത് എന്ന് പറഞ്ഞ അർത്ഥം എന്താ, നമ്മൾ ചെയ്ത് കിട്ടിയേക്കുന്ന ഉത്തരം ശരിയാണ്. ക്വസ്റ്റ്യനിലേക്ക് പോയാലോ, ഫൈൻഡ് ദ മൊമെന്റ് അബൌട്ട് ദ പോയിന്റ്. ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പൊ ഫൈൻഡ് ദ മൊമെന്റ് അബൌട്ട് ദ പോയിന്റ്. നമുക്ക് ഒരു പോയിന്റ് തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഫോഴ്സ് തന്നിട്ടുണ്ട്, അടുത്ത പോയിന്റ് തന്നിട്ടുണ്ട് അല്ലെ, 2 എണ്ണം തന്നിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ആദ്യം തന്നെ എന്ത് ചെയ്യാം, എ ബി വെക്ടർ കണ്ടുപിടിക്കാം അല്ലെ. എ ബി വെക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതായത് ഫ്രം നമുക്കൊരു ഫസ്റ്റ് ഒരു പോയിന്റ് തന്നിട്ടുണ്ട്, ത്രൂ ദ പോയിന്റ് എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ തന്നിട്ടുണ്ടാവില്ലേ. അപ്പൊ എ ബി വെക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആ രണ്ടാമത്തേതിൽ നിന്ന് ഒന്നാമത്തത് മൈനസ് ചെയ്ത് വെച്ചേക്കട്ടെ. എന്ന് പറഞ്ഞാൽ 2i cap + 3j cap -3k cap എടുക്കുക. മൈനസ് എന്ത് ചെയ്യുക, എ വെക്ടറിന് പകരം കൊടുത്തത് i cap + 2j cap - k cap കൊടുക്കുക. ഒന്ന് മൈനസ് ചെയ്തേ, 2ൽ നിന്ന് 1 പോയി കഴിഞ്ഞ് കഴിഞ്ഞാല് i cap 3 - 2 j cap -3 -2 -1 എന്നത് പ്ലസ് ആയില്ലേ. അപ്പൊ -3 + 1 എന്താ അത് വരുന്നത്, -2 അല്ലെ. അപ്പൊ -2 എന്ത് കിട്ടി, കെ ക്യാപ്പ് കിട്ടിയല്ലോ നമുക്ക് ഈ സംഭവം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഫോഴ്സ് ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലെ. എത്രയാ നമുക്ക് ഫോഴ്സ് തന്നിരിക്കുന്നത്, ഫോഴ്സ് എന്ന് പറയുന്നത് i cap + 2j cap + k cap
അപ്പൊ അത് തന്നിട്ടുണ്ട് അല്ലെ. നമുക്ക് മൊമെന്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? മൊമെന്റിന്റെ വെക്റ്റർ ഫോം കേട്ടാ. വെക്റ്റർ ഫോം എന്ന് പറയുന്നത് എന്തായിരുന്നു? ആർ ക്രോസ് എഫ് ആയിരുന്നില്ലേ? അപ്പൊ ഇവിടുത്തെ ആർ എന്ന് പറയുന്നത് ഇതാണ് ആർ എന്ന് പറയുന്നത്, പിന്നെ എഫ്. അപ്പൊ ആർ ക്രോസ് എഫ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യൂ. എന്താ കിട്ടാൻ പോണത് നമുക്ക്? ഡിറ്റർമിനന്റ് ഐ ജെ കെ കൊടുക്ക, ആർ ക്രോസ് എഫ്. അപ്പൊ ആറിന്റെ ആൾക്കാരെ ആദ്യം എഴുതാ, പിന്നെ എഫിന്റെ ആൾക്കാരെ 1 2 1 അത് രണ്ടാമത് എഴുതാ. ശരിയായില്ലേ? അപ്പൊ ദിസ് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു 1 പ്ലസ് 4 വരും. അപ്പൊ 1 പ്ലസ് 4 വരും. പിന്നെ മൈനസ് ജെ ഇൻറ്റു 1 പ്ലസ് 2 വരും, പ്ലസ് കെ ഇൻറ്റു 2 മൈനസ് 1 വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 4 1 5 അല്ലേ, 5 ഐ ക്യാപ്പ്, 2 1 3 മൈനസ് 3 ജെ ക്യാപ്പ്, 2 1 പോയി കഴിഞ്ഞാൽ 1 പ്ലസ് കെ ക്യാപ്പ്. ഇതാണ് നമ്മളുടെ ആർ ക്രോസ് എഫ് എന്ന് പറയുന്ന സംഗതി. അപ്പൊ ഈ ആർ ക്രോസ് എഫ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന്റെ മോഡുലസ് കണ്ടുപിടിച്ചാൽ പോരെ. അപ്പൊ മൊമെന്റ് എന്ന് പറയുന്നത് ആർ ക്രോസ് എഫിന്റെ മോഡുലസ് ആണ്. ശരിയായില്ലേ? എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ട് 25ന്റെ സ്ക്വയർ 25, മൈനസ് 3ന്റെ സ്ക്വയർ എത്രയാ? പോസിറ്റീവ് 9 അല്ലെ. അതേപോലെ 1ന്റെ സ്ക്വയർ 1, അപ്പൊ 9 1 10, 25 10 എത്ര കിട്ടി നമുക്ക്? 35 കിട്ടി. ദാറ്റ് ഈസ് റൂട്ട് 35 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ എന്നല്ല തന്നേക്കണേ. യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ തന്നിരിക്കുന്നത് കൊണ്ട് എ വെക്ടർ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എ വെക്ടർ അല്ലേ ചെയ്താൽ പോരെ നമ്മള്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു എ വെക്ടർ നമുക്ക് എത്ര തന്നിരിക്കുന്നത്? 2 ഐ ക്യാപ്പ് പ്ലസ് 3 ജെ ക്യാപ്പ് പ്ലസ് കെ ക്യാപ്പ് ഡിവൈഡഡ് ബൈ അതിന്റെ മോഡുലസ് എന്ന് പറയുമ്പോൾ എന്താ വരാ? റൂട്ട് ഓഫ് 2ന്റെ സ്ക്വയർ 4, പിന്നെ 3ന്റെ സ്ക്വയർ 9 പ്ലസ് 1 അല്ലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 ഐ ക്യാപ്പ് പ്ലസ് 3 ജെ ക്യാപ്പ് പ്ലസ് കെ ക്യാപ്പ് ഡിവൈഡഡ് ബൈ 9 1 10 10 4 14 റൂട്ട് 14. അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ആറാമത്തെ പാർട്ട്. ഇഫ് ദ പൊസിഷൻ വെക്ടർ എ തന്നിട്ടുണ്ട്, ബി തന്നിട്ട് നമ്മളോട് എ ബി കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞേക്കണേ. എ ബി എങ്ങനെ കണ്ടുപിടിക്കുക? ബി നിന്ന് എ മൈനസ് ചെയ്താൽ മതിയല്ലോ. അപ്പൊ ബിനെ റെപ്രസെന്റ് ചെയ്യുന്ന 5 ഐ ക്യാപ്പ് പ്ലസ് 2 ജെ ക്യാപ്പ് പ്ലസ് കെ ക്യാപ്പ് അല്ലേ, മൈനസ് നമ്മളുടെ എനെ റെപ്രസെന്റ് ചെയ്യുന്ന 3 ഐ ക്യാപ്പ് മൈനസ് ജെ ക്യാപ്പ് അല്ലെ പ്ലസ് ജെ ക്യാപ്പ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ മൈനസ് ചെയ്യൂ. 5ന്ന് 3 പോയാൽ എത്രയാ? 2 ഐ ക്യാപ്പ്. ശരിയല്ലേ? അടുത്തത് 2ന്ന് ജെ ഉണ്ടല്ലേ, 2ന്ന് 1 പോയി കഴിഞ്ഞാൽ എത്ര? 1. അപ്പൊ പ്ലസ് ജെ ക്യാപ്പ്. കെ ഇവിടെ 1 അപ്പുറത്ത് 0 അല്ലേ, അപ്പൊ നമുക്ക് 1 ബാക്കി. 1 മൈനസ് 0 1 തന്നെ, അപ്പൊ പ്ലസ് കെ ക്യാപ്പ്. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എ ബി വെക്ടർ കണ്ടെത്തി. 2 ഐ ക്യാപ്പ് പ്ലസ് ജെ ക്യാപ്പ് പ്ലസ് കെ ക്യാപ്പ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് എ യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി. അപ്പൊ എന്താ? പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരുന്നു? നമ്മളെ ക്രോസ് ബി കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഇവിടെ ചെയ്ത പോലെ അതിനെ യൂണിറ്റ് വെക്ടർ ആക്കി എടുത്താൽ പോരെ നമ്മള്. അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് എ ക്രോസ് ബി കാൽക്കുലേറ്റ് ചെയ്യാം അല്ലെ. അപ്പൊ എ വെക്ടർ ക്രോസ് ബി വെക്ടർ എന്ന് പറയുന്നത് എന്താ? ഡിറ്റർമിനന്റ് ഐ എഴുതാ, ജെ എഴുതാ, കെ എഴുതാ. എന്നിട്ട് എ ക്രോസ് ബി വരുമ്പോ ആദ്യം എ എന്ന് വെച്ചാൽ 4, പിന്നെ -1, പിന്നെ എത്രയാ? -1 പിന്നെ 3. അതേപോലെ തന്നെ ബി വെക്ടർ -2 പിന്നെ 1 -2. ഇതെല്ലാം വരുന്നത്. ഇതിന്റെ ക്രോസ് ബി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യൂ. ഐ ക്യാപ്പ് ഇൻറ്റു എന്താ വരാ? 2 -3 അല്ലെ, 2 -3 പിന്നെ മൈനസ് ജെ ക്യാപ്പ് ഇൻറ്റു എന്താ വരാൻ പോണത്? -8 പ്ലസ് 6. ശരിയല്ലേ? 4 × 2 8 പ്ലസ് 6 വരുന്നു. അടുത്തത് പ്ലസ് കെ ഇൻറ്റു കെ ക്യാപ്പ് ഇൻറ്റു 4 - 2 4 - 2 എന്ന് പറഞ്ഞാൽ അതെന്താ? ഇതെന്ന് പറഞ്ഞാൽ മൈനസ് ഐ ക്യാപ്പ്. -8 പ്ലസ് 6 -2 അല്ലെ, പുറത്തൂടെ ഒരു മൈനസ് എടുക്കുന്നുണ്ട്. 2 കൂടി ജോയിൻ ചെയ്ത് പ്ലസ് 2 ജെ ക്യാപ്പ്. 4ന്ന് 2 പോയി കഴിഞ്ഞാൽ 2 എന്ത് കിട്ടി? കെ ക്യാപ്പ് കിട്ടി. നമുക്ക് യൂണിറ്റ് വെക്ടർ അല്ലേ വേണ്ടേ? സാധാരണ യൂണിറ്റ് വെക്ടർ തന്നെ കണ്ടുപിടിക്കുക, അതിന്റെ മോഡുലസ് വെച്ച് അങ്ങോട്ട് ഡിവൈഡ് ചെയ്യില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് എന്താ വരാൻ പോണേ? എ ക്രോസ് ബി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എ ക്രോസ് ബി ചെയ്താൽ മതി. ശരിയല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൈനസ് ഐ ക്യാപ്പ് പ്ലസ് 2 ജെ ക്യാപ്പ് പ്ലസ് 2 കെ ക്യാപ്പ് ഡിവൈഡഡ് ബൈ അതിന്റെ മോഡുലസ് അല്ല വരുന്നത് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എന്താ വരാൻ പോണേ? -1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 2ന്റെ സ്ക്വയർ 4, 4 പ്ലസ് 4. അപ്പൊ 4 4 8 8 1 9. റൂട്ട് 9 എത്രയാ? 3 അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് ദിസ് ഈസ് ഈക്വൽ ടു
മൈനസ് ഐ ക്യാപ്പ് പ്ലസ് 2 ജെ ക്യാപ്പ് പ്ലസ് 2 കെ ക്യാപ്പ് ഡിവൈഡഡ് ബൈ 3 എന്ന് എഴുതാൻ പറ്റി. അപ്പൊ നമുക്ക് ഏഴാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. എ പ്ലസ് ബി ക്രോസ് എ മൈനസ് ബി എന്ന് പറഞ്ഞേക്കണം. അപ്പൊ നമുക്ക് ആദ്യം ഇവിടുന്ന് എ പ്ലസ് ബി കാൽക്കുലേറ്റ് ചെയ്യണം, അതേപോലെ തന്നെ എ മൈനസ് ബിയും കാൽക്കുലേറ്റ് ചെയ്യണം. എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്യൂ. എ പ്ലസ് ബി എന്ന് പറയുമ്പോ അതാ 1 + 2 ജസ്റ്റ് ആഡ് ചെയ്താൽ മതി കേട്ടാ. 2ഉം 1ഉം 3 ഐ ക്യാപ്പ്. അതേപോലെ ഇവിടെ 3ഉം -1 എന്ന് പറഞ്ഞാൽ എന്താ വരാ 2 അല്ലെ, പ്ലസ് 2 ജെ ക്യാപ്പ്. പിന്നെ അടുത്തത് 2 ഉണ്ട്, അതേപോലെ ഇവിടെ 1 ഉണ്ട്. അപ്പൊ 2ഉം 1ഉം 3 കെ ക്യാപ്പ്. അപ്പൊ നമുക്ക് എ പ്ലസ് ബി ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയല്ലോ. ഇനി നമുക്ക് അപ്പൊ എ മൈനസ് ബി ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്തൂടെ. എ മൈനസ് ബി എന്ന് പറയുമ്പോൾ എയിൽ നിന്ന് ബി മൈനസ് എ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് എത്ര ഉള്ളൂ. ഐ കമ്പോണന്റിന് സെപ്പറേറ്റ്, ജെ കമ്പോണന്റിന് സെപ്പറേറ്റ്, കെ കമ്പോണന്റിന് സെപ്പറേറ്റ്, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ വരുമ്പോ നോക്കിയാ ഐ കമ്പോണന്റ് എത്രയാ 1 അല്ലേ, അപ്പുറത്തോ 2. അപ്പൊ 1 - 2 അല്ലെ എന്നാ -1 അല്ലേ, അപ്പൊ മൈനസ് ഐ ക്യാപ്പ്. അതേപോലെ 3 - -1 ജെന്റെ വരുമ്പോ അപ്പൊ പ്ലസ് ആയില്ലേ എന്ന് പറഞ്ഞാൽ പ്ലസ് 4 ജെ ക്യാപ്പ്. അതേപോലെ തന്നെ 2ന്ന് 1 പോയി കഴിഞ്ഞാൽ 1 എന്ന് പറഞ്ഞാൽ കെ ക്യാപ്പ്. ഇനി ഇവരുടെ ക്രോസ് പ്രൊഡക്റ്റ് അല്ലേ വേണ്ടത്, അതായത് എ പ്ലസ് ബി ക്രോസ് എ മൈനസ് ബി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ദാ ഡിറ്റർമിനന്റ് ഐ ജെ അതുപോലെ തന്നെ കെ 3 2 3 -1 4 1 ശരിയല്ലേ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഐ ഇൻറ്റു 2 - 12 മൈനസ് ജെ ഇൻറ്റു 3 പ്ലസ് 3 വരും. പിന്നെ പ്ലസ് കെ ഇൻറ്റു എന്താ വരിക 12 പ്ലസ് 2. ഓക്കെ, 2ന്ന് 12 പോയ എത്രയാ 10 അല്ലേ, അതും -10 അല്ലേ. അപ്പൊ എന്താ വരുന്നത് നമുക്ക് -10 ഐ ക്യാപ്പ് വരും. അതേപോലെ 3 3 6 അല്ലേ, 6 വരുമ്പോ നമുക്ക് ഇവിടെ എന്തുണ്ട്, ഇവിടെ മൈനസ് ഉണ്ട് അല്ലെ. അപ്പൊ 3 3 6, അപ്പൊ -6 ജെ ക്യാപ്പ് കൊടുക്ക. പിന്നെ 12 2 എത്രയാ 14 അല്ലെ, പ്ലസ് 14 കെ ക്യാപ്പ് കൊടുക്ക. ഓക്കെ അല്ലേ. പോവാ അല്ലെ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് പി ഫോർ വിച്ച് ഈ രണ്ട് സംഭവങ്ങളും പെർപെൻഡിക്കുലർ അല്ലെ. അപ്പൊ രണ്ട് വെക്ടർ പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവരുടെ ഡോട്ട് പ്രോഡക്റ്റ്, അതായത് എ പെർപെൻഡിക്കുലർ ടു ബി വെക്ടർ ആണെങ്കിൽ എന്താണ് എ ഡോട്ട് ബി ഈക്വൽ ടു 0 ആയിരിക്കും. ഇവിടെ അതുപോലെ തന്നെ ചെയ്താൽ പോരെ, പെർപെൻഡിക്കുലർ ആണെന്നല്ല പറഞ്ഞേക്കണേ. എങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കൂ. 2 × 3 6 പ്ലസ് -5 × 1 -5 പ്ലസ് 3 × പി 3p. ഇത് 0 ആയിരിക്കില്ലേ, 6ന്ന് 5 പോയാൽ എത്രയാ 1 അല്ലേ. അപ്പൊ 3p പ്ലസ് 1 ഈക്വൽ ടു 0 എന്നും 3p ഈക്വൽ ടു -1 എന്നും p ഈക്വൽ ടു -1/3 എന്നും കിട്ടിയില്ല. അപ്പൊ നമുക്ക് p ന്റെ വാല്യൂ കിട്ടി. ഓക്കെ അല്ലേ. ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. എട്ടാമത്തെ അല്ലെ, ദ പൊസിഷൻ വെക്ടർ ഓഫ് 3 പോയിന്റ്സ് എ ബി സി തന്നിട്ടുണ്ട്. നമുക്ക് 3 എണ്ണം തന്നിട്ടുണ്ട് അല്ലെ. നമ്മളുടെ അടുത്ത് എ ബി വെക്ടർ, ബി സി വെക്ടർ, എ സി വെക്ടർ. ഈസി ആണ് അല്ലെ. എ ബി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാ, ബിയിൽ നിന്ന് എ മൈനസ് ചെയ്യാം. ബി സി എന്ന് പറയുമ്പോഴോ സിയിൽ നിന്ന് ബി മൈനസ് ചെയ്യാം. എ സി എന്ന് പറയുമ്പോൾ സിയിൽ നിന്ന് എ മൈനസ് ചെയ്യാം. അത്രേ ഉള്ളൂ അല്ലെ. അപ്പൊ നമ്മളുടെ എ വെക്ടർ എന്ന് പറയുന്നത് എന്താ 4 ഐ ക്യാപ്പ് പ്ലസ് 5 ജെ ക്യാപ്പ് പ്ലസ് 6 കെ ക്യാപ്പ് ആണ്. അതുപോലെ ബി വെക്ടർ എന്ന് പറയുന്നത് എന്താ, ബി വെക്ടർ എന്ന് പറയുന്നത് 5 ഐ ക്യാപ്പ് 6 ജെ ക്യാപ്പ് 4 കെ ക്യാപ്പ്. പിന്നെ സി വെക്ടർ എന്ന് പറയുന്നതോ 6 ഐ ക്യാപ്പ് 4 ജെ ക്യാപ്പ് പിന്നെ പ്ലസ് 5 കെ ക്യാപ്പ്. ശരിയല്ലേ. അപ്പൊ നമുക്ക് ഓരോന്നോരോന്ന് എഴുതാം. അപ്പൊ എ ബി വെക്ടർ എന്ന് പറയുന്നത് നോക്കിയേ, ബിന്ന് മനസ്സി 5ന്ന് 4 പോയി കഴിഞ്ഞാൽ 1 ആണ്, അപ്പൊ ഐ. അടുത്തത് 6ന്ന് 5 പോയി കഴിഞ്ഞാൽ 1 ആണ്, അപ്പൊ ജെ കിട്ടി. 4ന്ന് 6 പോയി കഴിഞ്ഞാൽ -2 ആണ്, -2k കിട്ടി. കണ്ട, എ ബി വെക്ടർ എന്ന് പറയുന്നത് കിട്ടിയല്ലോ നമുക്ക്. ഇനി അടുത്തത് ഏതാ വേണ്ടത്, എ ബി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ബി സി അല്ലേ വേണ്ടത്. അപ്പൊ ബി സി കണ്ടുപിടിക്കാം. ബി സി വെക്ടർ എന്ന് പറയുമ്പോൾ സിയിൽ നിന്ന് ബി മൈനസ് സി എന്ന് പറഞ്ഞാൽ 6 - 5 എത്രയാ 1. അപ്പൊ നമുക്ക് ഐ ക്യാപ്പ് 4 - 6 4 - 6 -2 ജെ ക്യാപ്പ് 5 - 4 1 എന്ന് പറഞ്ഞാൽ കെ ക്യാപ്പ്. അപ്പൊ ബി സിയും കിട്ടി നമുക്ക് എന്ത് ഐ -2j പ്ലസ് കെ എന്ന് കിട്ടി അല്ലെ. അതേപോലെ ഇനി അടുത്തത് എന്ത് നമുക്ക് വേണ്ടത്, എ ബി കിട്ടി, ബി സി കിട്ടി, ഇനി എ സി വേണം അല്ലെ. അപ്പൊ എ സി വെക്ടർ കാൽക്കുലേറ്റ് ചെയ്യാലോ. സിയിൽ നിന്ന് എ മൈനസ് സി, 6ന്ന് 4 പോയി കഴിഞ്ഞാൽ 2 ഐ ക്യാപ്പ്. പിന്നെ 4 - 5 മൈനസ് ജെ ക്യാപ്പ് 5 - 6 മൈനസ് കെ ക്യാപ്പ്. ഇത്രേ ഉള്ളൂ നമുക്ക് എ ബിയും ബി സിയും എ സിയും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്.
എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രൂവ് ദാറ്റ് ഈ രണ്ടാൾക്കാർ പെർപെൻഡിക്കുലർ ആണ് അല്ലെ. പെർപെൻഡിക്കുലർ ആണെങ്കിൽ എന്താ അവരുടെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആയിട്ടില്ലേ. സിമ്പിൾ ആയിട്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കൂ. ഐ കമ്പോണന്റ് ആദ്യത്തെ 6 പിന്നത്തെ 1 അപ്പൊ 6 × 1 6 പ്ലസ് 2 × 3 വീണ്ടും 6 തന്നെ പ്ലസ് 3 × -4 എന്ന് പറഞ്ഞാൽ -12 അല്ലേ. നോക്കി 6 12 12 -12 0 സിമ്പിൾ. അപ്പൊ അങ്ങനെ അവിടെ എഴുതി വെക്കേണ്ടി വരും. അതായത് ഇഫ് എ പെർപെൻഡിക്കുലർ ടു ബി ആണെന്നുണ്ടെങ്കിൽ ദിസ് ഇംപ്ലൈസ് എ ഡോട്ട് ബി ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പൊ ഇവിടെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക ഈക്വൽ ടു 0. ദർഫോർ ഈ ഗിവൺ രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞ് എഴുതി അവസാനിപ്പിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഇന്റഗ്രൽ സൈൻ 4x cos 2x അല്ലെ. ദാ സൈൻ എക്സ് കോസ് വൈ എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് അത് അപ്ലൈ ചെയ്യാലോ. എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ സൈൻ എക്സ് ഇൻറ്റു കോസ് വൈ ആണെങ്കിൽ എന്താ വരാ 1/2 സൈൻ എക്സിന് പകരം 4x വൈക്ക് പകരം 2x വിചാരിക്കി. അപ്പൊ സൈൻ 4 2 6x അല്ല വരാൻ പോണത്. പിന്നെ അതുപോലെ പ്ലസ് x മൈനസ് വൈ എന്ന് പറയുമ്പോ എന്താ വരാൻ പോണ സൈൻ 4 2 ആയി കഴിഞ്ഞാൽ 2x dx. ഇന്റഗ്രേറ്റ് ചെയ്യാൻ ഇനിയിപ്പം 1/2 ഇൻറ്റു സൈൻ 6x ഇന്റഗ്രൽ എന്താ മൈനസ് കോസ് 6x ഡിവൈഡഡ് ബൈ 6. ഇതേപോലെ തന്നെ ചെയ്തിട്ട് നമ്മളെ നമ്പർ വ്യത്യാസം ഉണ്ടായിരുന്നു അത്രേ ഉള്ളൂ. പ്ലസ് സൈൻ 2x മൈനസ് കോസ് 2x ഡിവൈഡഡ് ബൈ 2 പ്ലസ് സി കഴിഞ്ഞു. അപ്പൊ ഈ 1/2 നമുക്ക് ഇങ്ങനെ ഇട്ടേക്കാം കേട്ടോ. വേണമെങ്കിൽ ഈ നെഗറ്റീവ് ഈ പോസിറ്റീവ് ചേർത്തിട്ട് അവിടെ നമുക്ക് ഫുൾ ആയിട്ട് നെഗറ്റീവ് ചെയ്താൽ ഓക്കെയാണ്, കുഴപ്പമില്ല. അടുത്തത് ചോദ്യം നോക്കിയേ. ഇന്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ എക്സ് അല്ലേ. ഇത് നമ്മൾ നേരത്തെ ചെയ്തപ്പോ ഒരു റൂട്ട് ഉണ്ടായിരുന്നു. അതും ഇതായിട്ട് തന്നെ നോക്കിയേ. ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് അല്ലേ സീക്ക് സ്ക്വയർ എക്സ്. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് അല്ലേ. അപ്പം 1 പ്ലസ് ടാൻ എക്സിനെ നമുക്ക് എന്ത് കൊടുക്കാം യു എന്ന് കൊടുത്തൂടെ. എങ്കിൽ ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക. ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ വരുന്നത്? ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് ഈക്വൽ ടു ഡി യു. അപ്പൊ സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് അതായത് ഈ ന്യൂമറേറ്റർ എടുക്കണ ഈ ഫുൾ സാധനം അതിന് പകരം എനിക്ക് ഡി യു എന്ന് ഉപയോഗിക്കാമല്ലോ. ദാറ്റ് ഈസ് ഡി യു ഡിവൈഡഡ് ബൈ യു ആയി അല്ലെ. എന്ന് പറഞ്ഞാൽ അത് എന്താ ലോഗ് യു അല്ലേ. ലോഗ് യു എന്ന് പറഞ്ഞാൽ എന്താ ലോഗ് ഓഫ് 1 പ്ലസ് ടാൻ എക്സ് പിന്നെ പ്ലസ് സി. ഓക്കെ അല്ലേ. അപ്പൊ നമുക്ക് 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫൈൻഡ് ഇന്റഗ്രൽ സീക്ക് എക്സ്. ഇന്റഗ്രൽ സീക്ക് എക്സ് നമ്മൾ ഡയറക്റ്റ് പഠിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഇന്റഗ്രൽ സീക്ക് എക്സിന് ഇത് വേറെ ക്വസ്റ്റ്യൻ ആയിട്ട് ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല. ഇന്റഗ്രൽ സീക്ക് എക്സിനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടി ഇങ്ങനെയാണ്. മുകളിലും താഴെയും സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് എന്താ കിട്ടുക നോക്കി നോക്കിയേ. ഈ സീക്ക് എക്സ് മുകളിൽ എടുക്കണ സീക്ക് എക്സ് ഉള്ളിലേക്ക് കൊടുക്കുക. സീക്ക് എക്സ് ഇൻറ്റു സീക്ക് എക്സ് സീക്ക് സ്ക്വയർ എക്സ് അല്ലേ പ്ലസ് സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ് സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ് ഡിവൈഡഡ് ബൈ എന്താ കിട്ടുന്നത് സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് അല്ലെ. നോക്കിയേ. ഇനി ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ആളുടെ ഡെറിവേറ്റീവ് മുകളിൽ കിടക്കുന്നുണ്ടോ എന്നൊന്ന് നോക്കിയേ. ഡിനോമിനേറ്ററിൽ ടാൻ എക്സ് എടുക്കുന്നുണ്ട് അല്ലെ. അതിന്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ എക്സ് എടുക്കുന്നുണ്ട്. അതേപോലെ സീക്ക് എക്സിന്റെ ഡെറിവേറ്റീവ് എന്തെന്നാ സീക്ക് എക്സ് ടാൻ എക്സ്. അപ്പൊ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ആളുടെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്ററിൽ കിടക്കുന്നത്. പിന്നെ നമുക്കൊന്നും നോക്കാനില്ല അല്ലെ. പുട്ട് യു ഈക്വൽ ടു എന്ത് കൊടുക്കാം സീക്ക് എക്സ് ടാൻ എക്സ് കൊടുക്കാം. എന്നിട്ട് ഡി യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സീക്ക് എക്സ് ടാൻ സോറി സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് കേട്ടാ. സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ സീക്ക് സ്ക്വയർ എക്സും അതേപോലെ ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ സീക്ക് എക്സ് ടാൻ എക്സ് അല്ലെ. പിന്നെ ഡി എക്സ് നോക്കിയേ. ന്യൂമറേറ്ററിൽ അതല്ല കിടക്കണേ സീക്ക് സ്ക്വയർ എക്സ് പ്ലസ് സീക്ക് എക്സ് ടാൻ എക്സ് ഡി എക്സ്. അപ്പൊ എനിക്ക് ന്യൂമറേറ്ററിന് പകരം ഡി യു എന്ന് എഴുതൂടെ. ഡിനോമിനേറ്റർ യു ആക്കിക്കൂടെ. ഇതെന്ന് പറഞ്ഞാൽ എന്താ ലോഗ് യു ആണ് അല്ലെ. ദിസ് ഈസ് ഈക്വൽ ടു ലോഗ് യുക്ക് പകരം തിരിച്ചിട്ട് കൊടുക്കുക സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ്. ശരിയായില്ലേ. പിന്നെ നമ്മളുടെ പ്ലസ് സിയും കൂടി എഴുതണേ. പാർട്ടിലേക്ക് പോയാലോ. ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള പറഞ്ഞേക്കണേ. ഇന്റഗ്രൽ 0 to 1 എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 3 dx അല്ലേ പറഞ്ഞേക്കണേ. ഡയറക്റ്റ് ഇന്റഗ്രേറ്റീവ് എക്സ് സ്ക്വയർ വരുമ്പോ എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ 3 അല്ലേ പ്ലസ് 2 ഇൻറ്റു എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 അല്ലേ. അതായത് എക്സ് റൈസ് ടു എൻ ആണെങ്കിൽ എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1. ഓക്കെ. മൈനസ് 3 ഇൻറ്റു എക്സ് അല്ല വരാൻ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോ നമ്മൾ ഇതിന് അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കുക ലോവർ ലിമിറ്റ് ഇട്ട് കൊടുക്കുക. ലോവർ ലിമിറ്റ് പിന്നെ സുഖം കാരണം 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫുള്ള് 0 ആയി പോവല്ലേ. ആകെ അപ്പർ ലിമിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം നമുക്ക് എന്താ 1 ഇട്ട് കൊടുക്കുമ്പോ എന്താ 1 ക്യൂബ് ബൈ 3 അല്ലേ എന്ന് വെച്ചാൽ 1/3 പ്ലസ് ഈ 2 ഞാൻ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. ബാക്കി അപ്പൊ അവിടെ ആരോ ഉള്ളേ 1 സ്ക്വയർ അല്ലേ എന്ന് പറഞ്ഞാൽ 1 അല്ലേ മൈനസ് 3 ഇൻറ്റു 1 എത്രയാ 3 അല്ലേ. ഇതാണ് നമ്മുടെ അപ്പർ ലിമിറ്റ് വരാൻ പോണത്. പിന്നെ മൈനസ് ലോവർ ലിമിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ 0 ആയി പോയി. ഇതൊന്ന് സോൾവ് ചെയ്തെടുക്കൂ. 1/3 പ്ലസ് 1 മൈനസ് 3 എത്രയാ -2 അല്ലേ. അപ്പൊ
1/3 മൈനസ് 2 അല്ലെ എന്ന് പറഞ്ഞാൽ 1 മൈനസ് 6/3 ഇങ്ങനെ ബാലൻസ് ചെയ്തത് ഈക്വൽ ടു -5 ഡിവൈഡഡ് ബൈ 3. ഇതല്ലേ നമ്മുടെ ആൻസർ ആയിട്ട് വരണേ. ഇനി ഇതിനകത്ത് അടുത്തത് ഫൈൻഡ് എക്സ് സ്ക്വയർ ലോഗ് എക്സ് ഇല്ലേ, അതായത് 11ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ തൊട്ട് മുന്നത്തെ 2023 ക്വസ്റ്റ്യൻ പേപ്പറിൽ വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളതാണ്. നോക്കിയേ, ഇന്റഗ്രൽ ടാൻ റൈസ് ടു 5 സീക്ക് സ്ക്വയർ അല്ലേ, സുഖ അല്ലെ. ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് അല്ലെ സീക്ക് സ്ക്വയർ. അപ്പൊ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാലോ അതിന്. അപ്പൊ ഇന്റഗ്രല് ടാൻ റൈസ് ടു 5 എക്സും പിന്നെ അതുപോലെ സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് അല്ലേ. അപ്പൊ അതിനകത്ത് നോക്കിയേ, ടാൻ എക്സിന് പുട്ട് യു ഈക്വൽ ടു എന്ത് കൊടുക്കുക, ടാൻ എക്സ് കൊടുക്കൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡി യു എന്ന് പറയുന്നത് എന്താ കിട്ടുന്നത്, സീക്ക് സ്ക്വയർ എക്സും ഡി എക്സും അല്ലേ. അതിൽ സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് അല്ലേ കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന് എന്ത് എഴുതാം, ടാൻ എക്സ് ആണ് യു അല്ലെ. അപ്പൊ ടാൻ റൈസ് ടു 5 വരുമ്പോഴോ അത് യു റൈസ് ടു 5 വരും. സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സിന് പകരം എന്ത് വരും, ഡി യു വരും അല്ലെ. ഇതെന്ന് പറയുന്നത് എന്താ, ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ യു റൈസ് ടു 6/6 പ്ലസ് സി അല്ലെ. യുക്ക് പകരം തിരിച്ചിട്ട് കൊടുക്കൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടാൻ റൈസ് ടു 6 എക്സ് ഡിവൈഡഡ് ബൈ 6 പ്ലസ് സി. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഇതുപോലൊരു ചോദ്യം ഉണ്ടായിരുന്നു, കോസ് സ്ക്വയർ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലെ. ഇവിടെ ഇപ്പൊ നമുക്ക് സൈൻ സ്ക്വയർ ആണ്. ഇത് രണ്ടിനും നല്ല ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ π/2 ഉണ്ട്, അതേപോലെ തന്നെ സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ് ഉണ്ട്. അവിടെ നമ്മള് കോസ് സ്ക്വയർ വന്നപ്പോ എന്താ ചെയ്തത്, ആ കോസ് സ്ക്വയർ എക്സിന് പകരം എന്ത് കൊടുത്തു, 1 പ്ലസ് കോസ് 2x/2 എന്ന് കൊടുത്തില്ല. അതേപോലെ തന്നെ ഇവിടെ ഉണ്ട് കോസ് 2x സെയിം ഇക്വേഷൻ തന്നെയാണ്. അപ്പൊ അവിടെ നിന്ന് നമുക്ക് സൈൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് എന്താ, 1 മൈനസ് കോസ് 2x/2. ഓക്കെ, അപ്പൊ അതോടെ ഇട്ട് കൊടുക്കാലോ. അപ്പൊ ഇന്റഗ്രല് 0 ടു π. ഇവിടെ ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല ഉപയോഗിച്ചേക്കണം കേട്ടോ, ഒരാൾക്ക് പകരം മറ്റൊരാളല്ല, നമ്മുടെ ഇക്വേഷൻ ആണ് എഴുതി വെച്ചേക്കണം കേട്ടോ. അപ്പൊ സൈൻ സ്ക്വയർ എക്സിന് പകരം എനിക്ക് എന്ത് എഴുതാം, 1 മൈനസ് കോസ് 2x ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം. ശരിയല്ലേ. ഇനി ആ 1/2 ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്തോളൂ. ബാക്കി 1/2 കഴിഞ്ഞാൽ ബാക്കി ആരുള്ള 0 ടു π/2 1 മൈനസ് കോസ് 2x dx. ശരിയല്ലേ. എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു 1ന്റെ ഇന്റഗ്രൽ എന്താ, എക്സ് മൈനസ് കോസ് 2x എന്താ, സൈൻ 2x ഡിവൈഡഡ് ബൈ 2 അല്ലേ. അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കാം, നമുക്ക് ലോവർ ലിമിറ്റ് ഇട്ട് കൊടുക്കാം. അതിൽ ലോവർ ലിമിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ എക്സിന് പകരം ഇട്ട് കൊടുത്താൽ നമുക്ക് 0 ആയി കിട്ടാൻ പോണം അല്ലെ. അപ്പർ ലിമിറ്റ് എന്തെന്നാ, π/2 അല്ലേ. അപ്പൊ അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കാം നമുക്ക്. ദിസ് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ആദ്യം നമ്മൾ എന്ത് ചെയ്യാ, എക്സിന്റെ പകരം π/2 ഇട്ട് കൊടുക്കുക. അപ്പൊ π/2 മൈനസ് സൈൻ്റെ അവിടെ എന്താ വരാ, എക്സിന് പകരം π/2 ഇട്ട് കൊടുക്കുമ്പോഴേ ഈ 2ഉം ഈ 2ഉം ക്യാൻസൽ ആയിപ്പോട്ട് സൈൻ പൈ എന്നല്ല വരാൻ പോണേ. ദിസ് ഈസ് സൈൻ പൈയും വരും ഡിവൈഡഡ് ബൈ 2 വരും. പിന്നെ ലോവർ ലിമിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ എക്സിന് 0 ഇട്ട് കൊടുക്കുക, സൈൻ 0 ആണ്. അപ്പൊ അത് ഫുൾ ആയിട്ട് 0 ആയി. അപ്പൊ വെറുതെ എഴുതുന്നില്ല. നോക്കുക, സൈൻ പൈ 0 ആണ് കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ സൈഡ് 0 ആയി പോയില്ലേ. അപ്പൊ നമുക്ക് 1/2 ഇൻറ്റു π/2 അല്ലേ ആൻസർ കിട്ടുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്, പൈ ഡിവൈഡഡ് ബൈ 4 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ല്ലേ, ഇത് നമ്മൾ ഡയറക്റ്റ് കുറെ വട്ടം ഈ ഇക്വേഷൻ കാണണം കേട്ടോ. മറക്കരുതിട്ട്, എങ്ങനെ കുറെ വട്ടം കാണുമ്പോ നമുക്ക് തറവാ വേണ്ടത് കേട്ടാ. അപ്പൊ 0 തൊട്ട് 1/2 വരെ അല്ലേ. 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് അല്ലേ. ഇതെന്തായിരുന്നു, 1 ഡിവൈഡഡ് ബൈ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് അല്ലേ. അത് ഫ്രം 0 ടു π/2. ആദ്യം അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കൂ, സൈൻ ഇൻവേഴ്സ് 1/2 അല്ല 1/2 മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ് 0 ഇട്ട് കൊടുക്കൂ. ഏത് ആംഗിളിന്റെ സൈൻ 1/2 കിട്ടുന്നത്, 30 ഡിഗ്രിക്ക് അല്ലെ. 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ, π/6 അല്ലെ. അപ്പൊ π/6 മൈനസ് സൈൻ 0 അല്ലെ 0. അപ്പൊ അത് 0 ആയി പോയി. ദിസ് ഈസ് ഈക്വൽ ടു π/6. പോയാലോ, ഫൈൻഡ് ദ ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് വിത്ത് എക്സ് ആക്സിസ് അല്ലേ. അപ്പൊ നമുക്ക് ഇതുപോലെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു വിത്ത് എക്സ് ആക്സിസ്. അപ്പൊ എക്സ് ആക്സിസിലെ വൈന്റെ വാല്യൂ എത്ര, 0 അല്ലേ. ദാറ്റ് ഈസ് ഈ വൈന്റെ വാല്യൂ 0 അല്ലേ. എന്ന് പറഞ്ഞാൽ അത് എന്താ, എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 2 എന്ന് പറയുന്നത് 0 എന്നല്ല അർത്ഥം. ഇത് നമ്മുടെ മറ്റേ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ പ്രകാരം, അതായത് എന്തായിരുന്നു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ വരുന്നത്, എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ, എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2a. ശരിയല്ലേ. അപ്പൊ ഇത് പ്രകാരം എ ഈക്വൽ ടു 1 ആണ്, ബി ഈക്വൽ ടു -1 ആണ്, സി ഈക്വൽ ടു -2 അല്ലേ. നമുക്ക് അതൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. സോ എക്സ് എന്ന് പറയുന്നത് മൈനസ് ഓഫ് -1 അല്ലെ, മൈനസ് ഓഫ് -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ, 1ന്റെ സ്ക്വയർ അല്ലെ. അപ്പൊ 1 മൈനസ്
ഇവിടെ 4 × a × c വരുമ്പോ 4 × 1 × -2. അപ്പൊ ഇത് പ്ലസ് ആവൂട്ടാ. ഇവിടെ 8 വരും ബൈ 2 × a. അപ്പൊ 2 തന്നെ എന്നാണ് 1 + or -. 8 1 9 അല്ലേ. √9 എത്രയാ 3 ബൈ 2 അല്ലെ. ആരൊക്കെ രണ്ട് ഉത്തരങ്ങള് 3 1 4/2 എന്ന് വെച്ചാൽ 2. 1 - 3 -2/2 കാരണം -1 അല്ലേ. അപ്പോ എക്സിന്റെ വാല്യൂസ് ആരൊക്കെയാണ് 2 ഉണ്ട് -1 ഉണ്ട്. അപ്പൊ ഇന്റഗ്രൽ എനിക്ക് -1 തൊട്ട് 2 വരെ y dx കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് എക്സിന്റെ വേരിയേഷൻ അല്ലേ. അപ്പൊ y dx കൊടുത്തു എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ -1 to 2 ഏതായിരുന്നു y x² - x - 2 dx. ഇനി ഇന്റഗ്രേറ്റ് അറിയാലോ. x² ഇന്റഗ്രൽ എന്താ x³ ഡിവൈഡഡ് ബൈ 3 അല്ലേ. എന്ന് പറഞ്ഞാൽ x³ ഡിവൈഡഡ് ബൈ 3 മൈനസ് എക്സിന്റെ വരുമ്പോഴോ x² ഡിവൈഡ് ബൈ 2 മൈനസ് 2ന്റെ വരുമ്പോഴോ 2 × x. അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ അപ്പൊ -1 വരും 2 വരും. അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കൂ. 2 അല്ല ഇട്ട് കൊടുക്കേണ്ടത്. അപ്പൊ 2ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 8/3 മൈനസ് 2 ഇട്ട് കൊടുക്കും. പിന്നെയും 2ന്റെ സ്ക്വയർ എത്രയാ 4/2 മൈനസ് 2 × 2 എത്രയാ 4. അപ്പൊ ഇതാണ് എന്റെ അപ്പർ ലിമിറ്റ്. ഓക്കെ, നമുക്കിനി ലോവർ ലിമിറ്റ് ഇട്ട് കൊടുക്കാം. ലോവർ ലിമിറ്റ് എത്രയാ -1 അല്ലേ. -1ന്റെ ക്യൂബ് എത്രയാ -1 അല്ലേ. എന്ന് പറഞ്ഞാൽ -1/3 ആയില്ലേ അത്. ഇനി -1ന്റെ സ്ക്വയർ പോസിറ്റീവ് 1 അല്ലെ. അപ്പൊ അത് 1/2. അതേപോലെ ഇവിടെ -1 ഇട്ട് കൊടുക്കൂ. 2 × -1 വരുമ്പോ -2 ആണ്. ഫ്രണ്ടിൽ എടുക്കണ നെഗറ്റീവ് വരുന്നത് പോസിറ്റീവ് എന്തായി മാറി 2 ആയി മാറി. ശരിയല്ലേ. അപ്പൊ ഇത് നമുക്ക് ഫുൾ ആയിട്ടൊന്ന് സോൾവ് ചെയ്തെടുത്താൽ മതി ഇനി അടുത്ത സ്റ്റെപ്പില്. അപ്പൊ 8/3 നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. ബാക്കി 8/3 വരും. പിന്നെ 8/3 വരും -4/2 എന്ന് പറഞ്ഞാൽ എത്രയത് 2 അല്ലേ. അതേപോലെ പിന്നെ -4. അപ്പൊ അത്രയും ഭാഗം എന്ന് പറയുന്നത് എന്ത് കിട്ടി നമുക്ക് 8/3 മൈനസ് എന്താ 6 അല്ലെ. എന്ന് പറഞ്ഞാൽ എന്താ 8 മൈനസ് 3 × 6 അങ്ങനെ മറ്റേ ഫ്രാക്ഷൻ ആക്കുമ്പോ 8 - 3 18 ഡിവൈഡഡ് ബൈ 3 അല്ലെ. എന്ന് പറഞ്ഞാൽ അതെന്താ -10/3. ശരിയല്ലേ. അപ്പൊ ഒരു ഭാഗം നമുക്ക് കിട്ടി -10/3. അപ്പൊ ഇത്രയും ഭാഗം -10/3 കിട്ടി. അതേപോലെ തന്നെ അടുത്ത ഭാഗം നമുക്കൊന്ന് സോൾവ് ചെയ്യാം. അടുത്ത ഭാഗം സോൾവ് ചെയ്യുമ്പോ എന്താ വരിക ആദ്യം തന്നെ -1/, ആ നെഗറ്റീവ് അവിടെ കിടക്കട്ടെ. നമുക്ക് അത് രണ്ടിനെ ആഡ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ 1/3 പ്ലസ് 1/2 ആഡ് ചെയ്യാം. കാരണം സാധാരണ 2 നെഗറ്റീവ് വരാണെങ്കിൽ എന്താ ചെയ്യാ ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് ചിഹ്നം ഇട്ട് കൊടുത്താൽ പോലെ. അപ്പൊ ഒന്ന് ആഡ് ചെയ്യാം. ഇതെന്ന് പറഞ്ഞാൽ എന്താ വരാ 2 5 ഡിവൈഡഡ് ബൈ 6 എന്നല്ല വരാൻ പോണേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് -5/6 പ്ലസ് 2 അല്ലേ. അതെന്താ -10/3 നെഗറ്റീവ് ഉള്ളിലേക്ക് കൊടുത്തേ പ്ലസ് 5/6 -2 അല്ലെ. ഡിനോമിനേറ്റർ ഒന്ന് സെയിം ആക്കാം. ഇവിടെ നോക്കിയേ ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ നല്ല സുഖം അല്ലെ. അപ്പൊ എനിക്ക് അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോലെ. അപ്പൊ -20 പ്ലസ് 5 ഡിവൈഡ് ബൈ ടോട്ടൽ ആയിട്ട് 6 എന്നും പിന്നെ -2 എന്ന് എഴുതാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സിംപ്ലിഫൈ ചെയ്താൽ മതിയിട്ടാ. ഞാൻ ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കാണിക്കണേ എന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇത് എന്തായി മാറിയപ്പോ 20ന്ന് 5 പോയി കഴിഞ്ഞാൽ വലുതിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം അല്ലേ. അപ്പൊ -15/6 -2 കിട്ടി. എനിക്കൊന്ന് എന്ത് ചെയ്താൽ മതി 2 നെഗറ്റീവ് ചിഹ്നം 2 കൂടി കൂട്ടിയിട്ട് നെഗറ്റീവ് ചിഹ്നം ഇടാ. ഈ 15/6 എനിക്കൊന്ന് കട്ട് ചെയ്തൂടെ. 15/6 എനിക്ക് 3 വെച്ച് കട്ട് ചെയ്താൽ എന്താ കിട്ടുക 5/2 എന്നല്ല കിട്ടാൻ പോണെ. കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 15 ഡിവൈഡഡ് ബൈ 5 15 ഡിവൈഡഡ് ബൈ 3 5 ആണ്. 15 ഡിവൈഡഡ് ബൈ 3 2 ആണ്. അപ്പൊ ഇനി ചെയ്യേണ്ടത് ഈ 5/3 അതേപോലെ തന്നെ 2 കൂടി ആഡ് ചെയ്താൽ പോരെ. അപ്പൊ എത്രയാ 5 + 4 എത്രയാ 9/2. അപ്പൊ ആഡ് ചെയ്യുമ്പോ 9/2 രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് ചിഹ്നം ഇടണ്ടേ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻസർ എത്ര കിട്ടി -9 ഡിവൈഡഡ് ബൈ 2. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ സോൾവ് ചെയ്യാനാണ് അല്ലെ. അത് നല്ല എളുപ്പമാണ് കേട്ടോ സോൾവ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് dy/dx പ്ലസ് 5 × y അല്ലേ 0 എന്ന് തന്നിരിക്കണേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് dy/dx ഈക്വൽ ടു -5y അല്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് dy/y ഈക്വൽ ടു -5 × dx എന്നായില്ലേ. ഇത് സുഖമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം അല്ലെ. എന്താ വരിക അപ്പോ log y ഈസ് ഈക്വൽ ടു -5 × x പ്ലസ് c അല്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ e റൈസ് ടു കൊടുക്കുക രണ്ട് സൈഡിലും. അപ്പൊ എന്താ കിട്ടുക ഇവിടെ നമുക്ക് y കിട്ടൂ അല്ലെ. അപ്പുറത്തോ e റൈസ് ടു -5x
ഇൻറ്റു ഇ റൈസ് ടു സി അല്ലെ, ഇ റൈസ് ടു സിനെ വില കെ എന്ന് വിളിച്ചോ. അപ്പൊ എന്താ y ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ഇ റൈസ് ടു -5x. നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. അതെന്താ ഫോമാറ്റിലേക്ക് എടുക്കുന്നത്? dy ബൈ ഡി എക്സ് പ്ലസ് y ഇൻറ്റു കോട്ട് എക്സ് ഈക്വൽ ടു കൊസീക് എക്സ് എന്നല്ല എടുക്കുന്നത്. നോക്കിയേ, നമ്മളുടെ പി എന്ന് പറയുന്നത് ക്യൂ എന്ന് പറയുന്ന അതില്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാം അല്ലെ. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താ? ഇ റൈസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ്. ആ പി ഡി എക്സ് ഒന്ന് സൈഡ് ആയിട്ട് ചെയ്ത് നോക്കാം കേട്ടാ. ഇന്റഗ്രൽ പിക്ക് പകരം എന്തിട്ട് കൊടുക്കുക? കോട്ട് എക്സ് ഡി എക്സ് അല്ലെ. എന്താണ് ഇന്റഗ്രൽ കോട്ട് എക്സ് എന്ന് പറയുന്നത്? ലോഗ് സൈൻ എക്സ് ആണല്ലേ. അപ്പൊ അതവിടെ ഇട്ട് കൊടുത്തൂടെ? ദിസ് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു ലോഗ് സൈൻ എക്സ്. ആ ഇയും ആ ലോഗും ക്യാൻസൽ ആയി പോയിട്ട് നമുക്ക് എന്ത് വരും? സൈൻ എക്സ് മാത്രം വരും അല്ലെ. അപ്പൊ അത് കിട്ടി നമുക്ക്. ഇനി നമ്മുടെ സൊല്യൂഷൻ എന്താ? y ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ദാറ്റ് ഈസ് y ഇൻറ്റു സൈൻ എക്സ് ഈക്വൽ ടു എന്തെന്നാ? ഇന്റഗ്രൽ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ അതായത് സൈൻ എക്സ് ഇൻറ്റു നമ്മുടെ ക്യൂ ക്യൂ എന്ന് പറയുന്നത് എന്താ? കൊസീക്ക് എക്സ് അല്ലെ. ആ കൊസീക്ക് എക്സ് എന്ന് പറഞ്ഞാൽ 1 ബൈ സൈൻ എക്സ് അല്ലേ. അപ്പൊ നമുക്ക് അത് സൈൻ എക്സ് ഇൻറ്റു 1 ബൈ സൈൻ എക്സ് ഡി എക്സ് എന്നായില്ലേ. ഇവിടെ ഡി എക്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ക്യാൻസൽ ആയിട്ട് 1 ആയില്ലേ. എന്ന് പറഞ്ഞാൽ എക്സ് അല്ലേ, അത് എക്സ് പ്ലസ് സി അല്ലേ. ദാറ്റ് ഈസ് y ഇൻറ്റു സൈൻ എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് സി ആണ് നമ്മുടെ ആൻസർ. അപ്പൊ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതെന്താ കൊടുത്തിരിക്കുന്നത്? ഡി എക്സ് ഇൻറ്റു 1 പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ഡി വൈ ഇൻറ്റു 1 പ്ലസ് എക്സ് സ്ക്വയർ അല്ലേ തന്നിരിക്കുന്നത്. ഇത് സിമ്പിൾ ആണ്, കാരണം ഡി എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ആക്കാനും പറ്റും, അതേപോലെ ഡി വൈ ബൈ 1 പ്ലസ് വൈ സ്ക്വയർ ആക്കാനും പറ്റും അല്ലെ. ഇന്റഗ്രേറ്റ് ചെയ്യാലോ. ഇന്റഗ്രൽ 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്താണെന്നറിയോ? അതെന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ആണ്. അതേപോലെ അപ്പുറത്തും എന്താ വരാ? ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ പ്ലസ് സി അല്ലേ. വേണമെങ്കിൽ നമുക്ക് അതിനെ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ ഈക്വൽ ടു സി എന്ന് പറഞ്ഞ ആൻസർ ചെയ്യാം. അപ്പൊ നമ്മള് 2022, 23, 24 ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എക്സാമിന് വേണ്ടി ഓൾ ദ ബെസ്റ്റ്.